ആശങ്കയേറ്റി മലപ്പുറം കൂരിയാട് ദേശീയപാത സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു താഴ്ന്ന് അപകടം. കല്ലും മണ്ണും താഴേക്ക് പതിച്ചു. ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങളുടെ മുകളിലേക്കാണ് ഇവ പതിച്ചത്. തലനാരിഴയ്ക്കാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത്. ഇവിടെ രൂപപ്പെട്ട കുഴിയിൽ നിർമ്മാണ കമ്പനിയുടെ JCB കുടുങ്ങിക്കിടക്കുകയാണ്. ദേശീയപാതയിലൂടെ വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നത് പോലീസ് താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. സമീർ ബിൻ കരീം കൂരിയാട് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സമീർ, ഒരു വലിയ അപകടമാണ് ഒഴിവായത്. പലരും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. വാഹനങ്ങൾക്ക് മുകളിലേക്കൊക്കെ ഇത് വീഴുന്ന നിലയുണ്ടാകുമായിരുന്നു. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? പുതിയ വിവരങ്ങൾ എന്താണ്? ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം ഇപ്പോഴേത് ഘട്ടത്തിൽ? റിജിത്ത്, നിലവിൽ ഈ പ്രശ്നം അങ്ങനെ അതിവേഗത്തിൽ പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ദേശീയപാതയുടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. 3 വാഹനങ്ങൾക്ക് മുകളിലേക്കാണ് ഈ കല്ലും മണ്ണുമെല്ലാം തന്നെ പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ ആ 3 വാഹനം ഓടിച്ചവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഒരു വാഹനത്തിലുണ്ടായിരുന്ന തലനാരിക്ക് രക്ഷപ്പെട്ടയാളാണ് എന്നോടൊപ്പം നിൽക്കുന്ന ഈ ലിയാഖത്ത് അലി എന്ന് പറയുന്ന അദ്ദേഹം മുൻ ഏറനാട് പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ രക്ഷപ്പെട്ട ആളാണല്ലോ. ഞാൻ മലപ്പുറം കളക്ടറേറ്റിൽ പോവായിരുന്നു. അപ്പോൾ ഏകദേശം 2:20 സമയത്ത് ഞാൻ ഈ അപകടം നടന്ന സ്ഥലത്ത് എത്തിയപ്പോൾ എൻ്റെ മുന്നിൽ 2 വാഹനമുണ്ട്. ആ വാഹനത്തിൽ ഒരു വാഹനത്തിൻ്റെ മുകളിൽ നിന്നും റോഡ് ഇടിഞ്ഞ് വീണ്ടാണ് ഞാൻ കാണേണ്ടത്. തൊട്ട ബാക്കിലെ വണ്ടിമേക്കും വീണു. എൻ്റെ വണ്ടിൻ്റെ അടുത്ത് വീഴാൻ നിൽക്കുന്നത് ഞാൻ വണ്ടി നിർത്തി, ഞങ്ങൾ ഓടി വണ്ടിയിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത് മുന്നിലെ വാഹനത്തിലെ ആളുകൾ രക്ഷപ്പെടുത്താൻ വേണ്ടി അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഭൂമി അടിയിൽ നിന്ന് ഇങ്ങനെ താഴ്ന്ന ഇടിയാണ്, മുകളിൽ നിന്ന് ഇടിഞ്ഞ് വരികയാണ്. അപ്പോൾ അവർ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അവരോട് ഇറങ്ങി പെട്ടെന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഓടി കഴിച്ചിലാണ്ടായത്. അതിൻ്റെ ഇടയിൽ എൻ്റെ കൂടെ 3 ആളുണ്ടായിരുന്നു. ഒരാൾ താഴത്തേക്ക് ചാടി പാടത്തേക്ക് ചാടി രക്ഷപ്പെടുത്തു. ബാക്കി 2 ആൾ നേരെ റോഡിന് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ റോഡ് ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങേപ്പുറത്ത് പാടത്തേക്ക് ചാടാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ ഇടിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് പെട്ടെന്ന് കഴിച്ചിലായി. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ കഴിച്ചിലായത്. അല്ലെങ്കിൽ ഞങ്ങൾ മരണത്തിനോട് മരിക്കുമ്പോഴുള്ള അപകടത്തിൽ അത്രയും ഒരു തലനാരിക്കാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. അപ്പോൾ ഇത് ഞങ്ങൾ നേരത്തെ ഈ റോഡിൻ്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം പലപ്പോഴും ജനപ്രതിനിധികളും അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളൊക്കെ ഇത് ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ സർവീസ് റോഡിൽ വെള്ളം കയറിയതാണ്. വെള്ളം കയറിങ്ങാണ്ട് റോഡ് ബ്ലോക്ക് ആയതാണ്. ഇപ്പം ഞങ്ങളെ ആവശ്യം ഇപ്പോൾ ഈ നിർമ്മാണം ഇനിയും ഒരുപാട് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് നേരത്തെ ഒരു 6 മാസം മുന്നേ ഈ ലോക്ക് പൊട്ടി കാണിച്ചു കൊടുത്താണ് ഞങ്ങൾ. പത്രത്തിലൊക്കെ റിപ്പോർട്ട് വന്നിരുന്നു ഇന്റർലോക്ക് പൊട്ടി നിൽക്കേണ്ടത്. അപ്പോൾ അവരൊന്ന് താൽക്കാലികമായിട്ടൊന്ന് സിമന്റ് തേച്ചുങ്ങാണ്ട് അടച്ചു പോകേണ്ടായത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഉണ്ടായതെന്ന് വെച്ചാൽ ഞങ്ങൾ ഓടി കഴിച്ചിലാവുമ്പോൾ തന്നെ ഭൂമിക്ക് അടിക്ക് താന്ന് പോവാണ് ഈ റോഡ്. അപ്പോൾ ഇത് നിലം താന്നിട്ടാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ മുകളിൽ നിന്നുള്ള ഇടിഞ്ഞു വീണത്. ഇവിടെ ഈ പാടശേഖരമാണല്ലോ, ഇവിടെ മണ്ണിട്ട് ഉയർത്തിയാണ് റോഡ് നിർമ്മിച്ചല്ലേ? ഈ 53-52 കൊല്ലം മുമ്പ് ഈ റോഡ് നിർമ്മിക്കുന്ന കാലത്ത് മണ്ണെടുത്തിട്ട് 2 നീണ്ട തോടുകളുണ്ടായിരുന്നു, കിഴക്കും പടിഞ്ഞാറും. ആ തോടുകളിൽ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം താങ്ങി നിർത്തിയിരുന്നു. ആ തോട് തൂർത്തിട്ടാണ് പഴയ ഹൈവേ പൊളിച്ചിട്ട് പുതിയ ഹൈവേ ഉണ്ടാക്കിയത്. അപ്പോൾ ആ തോട്ടിലെ വെള്ളത്തിൽ ഇപ്പോഴും ഭൂമിക്കടിയിൽ ആ വെള്ളത്തിൻ്റെ ഇതുണ്ട്. അങ്ങനെ നാട്ടുകാരും കർഷകരും ആരും പറയുന്നതനുസരിക്കാതെ സർവീസ് റോഡ് വളരെ താഴ്ത്തി ഉണ്ടാക്കി. ഞാൻ ഇതിൻ്റെ പുറകിൽ താമസിക്കുന്ന എൻ്റെ വീട്ടിലേക്ക് വെള്ളം കയറും. ഞാൻ വെള്ളം കയറുമ്പോൾ ഇവിടെ ഒന്ന് നോക്കുമ്പോഴേ 2 മീറ്റർ എപ്പോഴും മെയിൻ റോഡിൻ്റെ 2 മീറ്റർ താഴ്ചയിൽ വെള്ളം നിൽക്കണം. പ്രളയത്തിന് മാത്രം എന്തുണ്ടായി ഒപ്പത്തിനൊപ്പം നിന്നു. അപ്പോൾ ജനങ്ങളിത് പറഞ്ഞിട്ട് പറയാം. അപ്പം അന്നത്തെ എഞ്ചിനീയർമാരെല്ലാം ഇത് വളരെ മനസ്സിലാക്കി പ്രളയത്തിൻ്റെ തോത് രേഖപ്പെടുത്തിയിട്ടുണ്ടാക്കിയതാണ്. ഇവർ വളരെ അശാസ്ത്രീയമായിട്ട് വളരെ താഴ്ന്ന നിലയിലാണ് ഈ റോഡ്. അപ്പോൾ ഈ 2 ഭാഗത്ത് കിഴക്ക് പടിഞ്ഞാറുള്ള തോടുകൾ, ആ തോട് തൂർത്ത് കഴിഞ്ഞു. ആ വെള്ളത്തിന് പാരിസ്ഥിതിക പഠനം ഈ NH എഞ്ചിനീയർമാർ നടത്തിയില്ല. കഴിഞ്ഞ 3-ാം തീയതി ഇവിടുത്തെ IUML ഒരാൾ നിലനിൽക്കുക ഞങ്ങളൊരു കമ്മിറ്റി മൊത്തത്തിൽ ഓക്കെ, നേരത്തെ തന്നെ ഇവിടെ ഒരു തോടുണ്ടായിരുന്നു. ആ തോട് പൂർണ്ണമായും അടച്ചുകൊണ്ടാണ് ഈ ദേശീയപാത നിർമ്മിച്ചത്. സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.